ഒരു പെണ്ണിന്റെ മാനത്തിന് ഇവന്മാർ കണ്ടിരിക്കുന്ന വില എത്രയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയാണ്. അതായത് ഇതെന്താ നടക്കുന്ന ഇവിടെ ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എൻ്റെ കാസറ്റ് ഓൻ്റെ കാസറ്റ് എന്നങ്ങാറ്റം വന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിടും. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ തനി സ്വഭാവം വന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതായത് മാരകമായിട്ടുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടാണ് ഇവന്മാരൊക്കെ നടക്കുന്നത്. ഇവന്മാരുടെയൊക്കെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഫ്ലുവൻസർമാരാണ്. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പേരും തന്നെ ഇൻഫ്ലുവൻസർമാർ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ എക്സ്ട്രാ ഓർഡിനറി ഉണ്ടെങ്കിൽ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ എൻ്റെ കാസറ്റ് എങ്ങനെയായിട്ടും പറഞ്ഞിട്ട് ഒരു ചെങ്ങായിയാടുന്നത്. ഓനും അതുപോലെ പെപ്പെ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാട്ടെല്ലാം പാടിയിട്ട് ഭയങ്കര പേരൊക്കെ ആക്കി നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഓനാന്നില്ല ഇപ്പോഴും എല്ലാവർക്കും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓൻ്റെയൊക്കെ തനി സ്വഭാവം നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഇവൻ്റെയൊക്കെ പ്രോഗ്രാം വരുമ്പോൾ ഓടിക്കയറി അതുപോലെ തന്നെ മക്കളെയൊക്കെ ഈ പ്രോഗ്രാമിലേക്കെല്ലാം കാണാൻ വേണ്ടി വിടുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഇവനൊക്കെ എവിടെ വന്നു കഴിഞ്ഞാലും ഭയങ്കര ട്രാഫിക് ജാമും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണമായിരുന്നേ. ഇവനൊന്നും ഒരു പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാൻ പാടില്ല. ഇവനൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കും വന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു, അതായത് ഒരു സിനിമാ താരം എന്നാൽ ആ സിനിമാ താരം ഇത് തെറ്റാണെങ്കിൽ ആ സിനിമാ താരം എന്താ ചെയ്യേണ്ടത്? അവൻ നേരെ പോയിട്ട് കേസ് കൊടുത്ത് തെളിയിക്കുകയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ നിവിൻ പോളി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാൾക്കെതിരെ ഇതുപോലൊരു അലിഗേഷൻ വന്നപ്പോൾ അയാൾ എന്താ ചെയ്തത്? നേരെ പത്രസമ്മേളനം വിളിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനിത് തെളിയിച്ചിട്ട് മാത്രമേ എൻ്റെ വീട്ടിൽ വരെ കയറത്തുള്ളൂ എന്ന് അയാൾ പ്രതിജ്ഞ ചെയ്തു. അയാൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്. അപ്പോൾ മടിയിൽ കനവുള്ളവന് മാത്രമേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എന്താ പറയേണ്ടത് ആ ഒരു സിനിമാ താരം പെപ്പെ, ആ പെപ്പെ എന്ന് പറയുന്നവൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ പൈസ കൊടുക്കുന്നത്? അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് എന്തിനാണ്? അപ്പോൾ അവരുടെ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ പൊളിയെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പണ്ട് പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആ സംവിധായകനാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ നായകൻ ചിലപ്പോൾ ജയിലിലായി പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇവരെല്ലാം കൂടി പൈസ കൊടുത്ത് ഒതുക്കിയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നുമല്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം? ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നതെങ്കിൽ ഇവർക്ക് ഒരുപാട് നടപടികൾ നമ്മളെ നിയമത്തിൽ തന്നെയുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇതൊന്നും സ്വീകരിക്കാതെ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും എന്താ പറയേണ്ടത് ഒരു ഇതിനും പോകുന്നില്ല ഇവരൊന്നും. ഇപ്പോൾ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരുത്തനാ ദുബായിലെ പോലീസ് അങ്ങോട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. കാരണം അവൻ ലൈവായിട്ട് അവലും വലിക്കുന്ന നടന്ന് മാരകമായിട്ടല്ല. അവൻ്റെ പേരിൽ പണ്ടും കേസൊക്കെ ഉണ്ട്. അതായത് എന്ന ഭാര്യ ഭർത്താവും മുഹമ്മദ് തടഞ്ഞു നിർത്തിയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ടീമുകളാണ് ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെളിയിൽ വിടുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പൈസ ഉണ്ടാക്കുക എന്നതിലുപരി വേറെ ഒന്നുമില്ല ഇവർക്ക്. അല്ലാതെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നതൊന്നുമല്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവനൊക്കെ എന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധത മൂലം അല്ലെങ്കിൽ എല്ലാവരും നന്നാകണം എന്ന് കരുതിയിട്ടാണോ ഇവനൊക്കെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഒരു എന്താ പറയുക 25 ലക്ഷം രൂപയോളം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല വിധത്തിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇവറ്റകളെ എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ തൂക്കി അകത്തിടണം. അതാ വേണ്ടത്. പെപ്പയായാലും വേണ്ടില്ല, കെപ്പയായാലും വേണ്ടില്ല, ഇവന്മാർ എല്ലാവന്മാരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി അകത്തിടണം. അതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ നന്നാവില്ല. ഇവിടെ സിനിമാ താരങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമാ പ്രവർത്തകർക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ചീള് കേസുകൾ കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇവൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകനുണ്ടല്ലോ, നമ്മളെ എന്താ പറയുക മോഹൻലാലിൻ്റെ മകളെ വെച്ച് ഇപ്പോഴൊരു സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനുണ്ട്. അവൻ കൃത്യമായിട്ട് ഈ പെപ്പെ എന്ന് പറയുന്നവൻ്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് പക്ഷേങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഇയാളെ എന്തൊക്കെയോ പറയുകയാണ് ചെയ്തത്. അതായത് 10 ലക്ഷം രൂപയോളം അയാളോട് വാങ്ങിച്ച് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കാതെ കഥ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അയാൾ മുങ്ങിയ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സംവിധായകൻ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സംവിധായകനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മോഹൻലാലിൻ്റെ വിസ്മയ മോഹൻലാലിനെ വെച്ചിട്ട് ഇപ്പോൾ തുടക്കം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്ന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 എന്ന് പറയുന്ന സിനിമ എടുത്ത ഒരു സംവിധായകൻ,
അപ്പോൾ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാന്ന് കാര്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അലിഗേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ മാത്രമേ നല്ല മുഖവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവവും ഉള്ളൂ. അത് കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ചെയ്യുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ തൊട്ടിത്തരങ്ങളാണ്. ആ തൊട്ടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് കുറേ തൊട്ടികൾ വേറെയും. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് തന്നെ വിപത്തായി മാറിയ യുമാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടുക തന്നെ വേണം. ഏതായാലും ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ പുറലോകം കാണൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷ എങ്ങനെയും കിട്ടും. ഇവിടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ പുറത്തിറങ്ങാന്നുള്ളൊരു വ്യാമോഹമൊന്നും വേണ്ട. അവിടുന്ന് കറക്റ്റായിട്ടില്ല ഈ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചതിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ കുറച്ച് വെള്ളം കുടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ലത്. ഇനിയിപ്പോൾ ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇരുവും കൊണ്ടാരും വരാണ്ടെന്നാൽ മതി. അതാണല്ലോ നമ്മുടെ നാട്ടിലെ ബേസിക് ആയിട്ടുള്ളൊരു സ്വഭാവം. ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്ത് ജയിലിൽ കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് പിരിവ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇവനെ രക്ഷിക്കണം, അതിന് കോടികൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിരിവും കൊണ്ട് പിരിവും കൊണ്ട് വരാണ്ടെന്നാൽ മതി. ബോച്ചോടും കീച്ചോടൊക്കെയാണ് പറയുന്നത്. ഇമാതിരി തൊട്ടികളിൽ നിന്നും പോയിട്ട് സഹായിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഓൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുബായ് പോലീസിന് വലിയ അഭിനന്ദനങ്ങളാണ്. കാരണം ഇത്രയും വലിയ തൊട്ടിത്തരം കാണിച്ചിട്ട് അതുമാത്രവുമല്ല ഇവ സമൂഹത്തിലൊക്കെ ഉന്നതിയിലൊക്കെ നിൽക്കുന്നവനാണ്. അല്ലെങ്കിൽ ഇവനെയൊക്കെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇവിടെയുള്ള ചില ഇൻഫ്ലുവൻസർമാർ തന്നെയുണ്ട് ഇവനെയൊക്കെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ തന്നെ ഇൻഫ്ലുവൻസർ മാഫിയകളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കുറേ എണ്ണമുണ്ട്. ഇപ്പം ഇന്നലെ കണ്ടില്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള മാധ്യമ ജഡ്ജി എന്നാണ് പറയുന്നത്. അത് വന്നിട്ട് എന്താ പറയേണ്ടത്, വെള്ളടിച്ചു വണ്ടി ഓടിച്ചു പോലീസ് പിടിക്കുമ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. അതായത് വണ്ടി നിർത്തിയിട്ടില്ല, അങ്ങനെ നിർത്താതെ പോകുകയും പിന്നീടെന്ന് പറഞ്ഞാൽ പോലീസ് അത് പിടികൂടി. അപ്പോഴാണ് പറയുന്നത് എന്നെ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നാണക്കേടല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോയത്. എന്നിട്ട് പോലീസ് ആണെങ്കിൽ എനിക്കെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഴയിട്ട് തരികയാണ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവറ്റകൾ ഒരു നാണവമാനവും ഇല്ലാണ്ട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പലതുണ്ട്. അതായത് ഇപ്പോൾ ഒരുത്തൻ തന്നെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് അടിക്കേസിൽ ഇപ്പോൾ ഓൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യില്ലേ. അതായത് ഓരോ നാട്ടിൽ പോയിട്ട് ഓരോരുത്തരെ പോയി തല്ലാൻ വേണ്ടിയിട്ട് അവന്മാർ ഇതെന്താ സ്വന്തം നാട്ടിൽ വന്ന് എല്ലാവരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുമോ, എന്നാൽ പിന്നെ ഒന്നും കാണണമല്ലോ, എന്നാൽ പിന്നെ നമ്മൾ പോയിട്ട് ചോദിക്കാലോ നീ ആരാന്ന്, നമ്മളെയും തല്ലുമായിരുന്നു. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കൂറ മാധ്യമ ജഡ്ജിമാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻസർമാർ എൻ്റെ കേസറ്റ് മറ്റേ കേസറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറിലായിരിക്കും ഇങ്ങനെ ധൈര്യത്തോടു കൂടി പറയുന്നത്. അതായത് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലെ കോളേജുകളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഹക്കീം പുറത്തു കൊണ്ട് വന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഒരു സ്വഭാവം, അതായത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏതായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പങ്കുവെക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്കറിയാലോ, ഒരു തേണ്ടല്ലോ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കുവാന്ന്, നമ്മളെ വേടം വരുന്ന പോലെയാണ്. അപ്പോൾ അതുപോലെ ഉള്ള ആൾക്കാർ കുട്ടികളൊക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം ഇവൻ്റെയൊക്കെ ആ ഒരു നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ വിചാരിക്കുമായിരുന്നു ഇവനൊക്കെ ഒറിജിനലാണെന്ന്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ ജീവിതത്തിൽ ഇവന്മാരൊക്കെ ഭയങ്കര അഭിനേതാക്കളാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.